ഒരു ചെറിയ വീട് വയ്ക്കാൻ ഒരാൾക്ക് എത്ര രൂപ നികുതി കൊടുക്കേണ്ടി വരും? ഓരോ ഘട്ടത്തിലും നിർമ്മാണ പ്രവൃത്തി തുടങ്ങുമ്പോൾ മുതൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അറിയാം നമ്മുടെ നടുവൊടിക്കുന്ന നികുതി ഘടന എങ്ങനെയാണെന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ സിമൻറ്റ് ആവശ്യമുള്ളൊരു സമയം. സിമൻറ്റിൻ്റെ നികുതി എന്നത് 28%. നമുക്ക് പലർക്കും അത് അറിഞ്ഞുകൂടാ. 28% നികുതി എന്ന് പറയുമ്പോൾ 400 രൂപയുടെ ഒരു പാക്കറ്റ് സിമൻ്റ് എടുത്താൽ സർക്കാരിൻ്റെ കയ്യിലേക്ക് പോകുന്നത് 100 രൂപയാണെന്ന് ഓർക്കണം. സിമൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വലിയ നികുതി നൽകേണ്ടി വരുന്നത് കമ്പിക്കാണ്, 18%. കമ്പിക്ക് മാത്രമല്ല മറ്റെല്ലാ സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കും 18%ആണ് നികുതി. ഇനി തറ നമുക്ക് ടൈലിട്ടെടുക്കണമെങ്കിൽ ടൈലിനും കൊടുക്കണം 18% നികുതി. ഇഷ്ടിക, മെറ്റൽ പൊടി അതിനെല്ലാം 5% നികുതിയുള്ളൂ. അതായത് കൂടുതൽ എന്താണോ ഉപയോഗിക്കുന്നത് അതിനാണ് വലിയ നികുതി ഒരാൾ നൽകേണ്ടി വരുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഒരു ഇലക്ട്രിക്കൽ സൈഡിലേക്ക് വന്നാൽ 18%ആണ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് പലതിനും നികുതി വരുന്നത്. ഇതിപ്പോൾ തേച്ച് വൃത്തിയാക്കിയിരിക്കുന്ന ഒരു ഭിത്തിയാണ്. ഇവിടെ ഇനി പുട്ടിയിടണം, പെയിൻറ് ചെയ്യണം. ഈ പുട്ടിയും പെയിൻറ്റും ഒക്കെ വാങ്ങണമെങ്കിൽ അതിനും കൊടുക്കണം 18% GST. ഒരു ചെറുകിടക്കാരൻ ഒരു വീട് പണിയുകയാണെങ്കിൽ ഏകദേശം ഒരു 1500 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിയുകയാണെങ്കിൽ ഏകദേശം ഒരു 40-50 ലക്ഷം രൂപ, 40 ലക്ഷം രൂപ മുകളിൽ വരും. 40 ലക്ഷം രൂപയുടെ 60% കഴിയുമ്പോൾ 25 ലക്ഷം രൂപയുടെ മെറ്റീരിയൽ കോസ്റ്റ് വന്നു. അപ്പോൾ 4-5 ലക്ഷം രൂപ ടാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കും. പക്ഷേ ഘട്ടമായിട്ട് നമ്മളിത് കൊടുക്കുന്നത് നമ്മൾ അറിയുന്നില്ല. ഒന്നിച്ചുമ്പോൾ 40 ലക്ഷം രൂപ മുടക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് ആ ബില്ലിൻ്റെ അടിയിൽ കാണും GST ഇത്രയാണ്. അപ്പോൾ അവർക്ക് ദൈവം 40 ലക്ഷം രൂപ ടാക്സ് ആയല്ലോ. ഇതിപ്പോൾ പല ഘട്ടങ്ങൾ ഒരു 2 കൊല്ലം കൊണ്ടാണ് 40 ലക്ഷം രൂപ മുടക്കുന്നത്. മിനിമം 1 കൊല്ലം അല്ലാണ്ട് തീർക്കാൻ പറ്റില്ല. സാധാരണ ഏത് പണി വേണമെങ്കിലും 2 കൊല്ലം കൊണ്ടൊക്കെ തീർന്നു ഒരു ഫിനിഷ് ചെയ്യുള്ളൂ സാധാരണക്കാരൻ. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ വീട് പണിയൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ വീടിനുള്ളിലേക്ക് കയറി താമസിക്കണമെങ്കിൽ നമുക്ക് പിന്നെയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു TVയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എയർ കണ്ടീഷണറും ഒന്നും ഇന്നൊരു അത്യാഡംബരമൊന്നുമല്ല. ഏതൊരു വീട്ടിലും അത് ആവശ്യവുമാണ്. അത് വാങ്ങാൻ ചെന്നാലോ അവിടെ നമ്മൾ കൊടുക്കണം 28% GST. അതായത് ഒരു വീടിൻ്റെ തറക്കല്ലിടുന്നത് മുതൽ ആ വീടിൻ്റെ ഗൃഹപ്രവേശനം നടന്ന് അകത്ത് താമസിക്കുന്നത് വരെ നമ്മളെ ഓരോ ഘട്ടത്തിലും സർക്കാർ നികുതിയിലൂടെ ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ്. ക്യാമറമാൻ സുജോയ് എഡ്വേറിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.